കുടുംബശ്രീയുടെ സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന 2025 തിരിതെളിഞ്ഞു. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവങ്ങളുടെ പ്രാധാന്യത്തിലേക്ക് ബഡ്സ് കലോത്സവം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾ പലവിധ കഴിവുകളുള്ളവരാണെന്നും പല കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ മുന്നിലാണെന്നും സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്താൻ ഈ കലോത്സവം കൊണ്ടാകുമെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവം തില്ലാന 2025 വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മുതലാണ് ഈ കലോത്സവം കുടുംബശ്രീ സംഘടിപ്പിച്ചു തുടങ്ങിയത്. നേരത്തെ ബഹുമാന്യനായ MLA ശ്രീ മുകേഷ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇന്നും കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത്. 2017 മുതൽ ആരംഭിച്ച ഈ കലോത്സവം ഇന്ന് കുടുംബശ്രീയുടെ ഏറ്റവും ശ്രദ്ധേയമായ വാർഷിക പരിപാടികളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. 450ഓളം കലാകാരന്മാരും കലാകാരികളുമാണ് സംസ്ഥാന ബഡ്സ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ യുവജനോത്സവം പോലെയൊക്കെയുള്ള ഒരു പ്രാധാന്യത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാതല മത്സരങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ എത്തുന്നത്. പരിമിതികൾ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഇത് ഊർജം പകരുമെന്നും മന്ത്രി പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. കുട്ടികളെ ഇത്തരം കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പ്രാപ്തരാക്കി എന്നതാണ് ബഡ്സ് സംവിധാനത്തിന്റെ നേട്ടമെന്നും ഇവർക്ക് കഴിവ് കൂടുതലുണ്ടെന്ന് സമൂഹം കണ്ടെത്തുക എന്നത് പ്രധാനമാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ദോഷകരമായ കാര്യമാണ് 450ഓളം പങ്കാളികൾ പങ്കെടുക്കുന്ന ഈ സംസ്ഥാന ബഡ്സ് കലോത്സവം ഇവിടെ നടക്കുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന ടീമംഗങ്ങൾ ഇവിടെ ഈ ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ് ആ സന്തോഷത്തിന് അടിസ്ഥാനം. ഉജ്ജ്വല ബാല്യം 2 പേർക്ക് ഇവിടെ നമ്മളിപ്പോൾ വേദിയിൽ ഉപഹാരം നൽകി. അവരുടെ പങ്കിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് ചെറുതായിട്ട് വിശദീകരിക്കുകയും ചെയ്തു. അവരെ ഒന്നിലൊന്നും മാറ്റി നിർത്താൻ കഴിയുന്നവരല്ല. ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാം, ഏറ്റവും നന്നായി അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ സമ്മാനം കൊടുത്തത്. സമ്മാനം മാത്രമല്ല, ഉജ്ജ്വല ബാല്യ പുരസ്കാരം കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അതിഥികൾ വരുമ്പോൾ അവിടെ ഇവർ വരച്ചതോ ഇവർ ചെയ്തതോ ആയ കാര്യങ്ങൾ വെച്ച് സ്വീകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് തെരഞ്ഞെടുക്കുക. കലോത്സവ സപ്ലിമെന്റ് മന്ത്രി KN ബാലഗോപാലിന് നൽകി M. നൌഷാദ് MLA പ്രകാശനം ചെയ്തു. M. മുകേഷ് MLA സ്വാഗതം പറഞ്ഞു. മേയർ പ്രസന്ന ഏണസ്റ്റ് മുഖ്യ പ്രഭാഷണം നടത്തി. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P.K. ഗോപൻ, കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷരായ ഗീതാകുമാരി S. ജയൻ, വാർഡ് കൗൺസിലർ ഹണി ബെഞ്ചമിൻ, കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B. ശ്രീജിത്ത്, CDS അധ്യക്ഷരായ സുജാത രവികുമാർ, സിന്ധു വിജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ VJ അജു, ശ്രുതി, സാന്ദ്ര എന്നിവർക്ക് ഉപഹാരം നൽകി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബഡ്സ് സ്കൂളിലെയും ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെയും കുട്ടികളാണ് 5 വേദികളിലായി അരങ്ങേറിയ കലോത്സവത്തിൽ പങ്കെടുത്തത്. ജില്ലാതല മത്സരങ്ങളിൽ വിജയികളായ 450-ലേറെ മത്സരാർത്ഥികളാണ് 22 ഇനങ്ങളിലായി മാറ്റുരച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.